പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പുഷ്പ. പാടി കിച്ചണിൽ ഇനി ചെയ്യാൻ പോണ കിച്ചൻ്റെ എല്ലാതും ഞാനായിരിക്കും ചെയ്യാൻ പോണത്, പാടി കിച്ചണിൽ മാത്രം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാനൊരു പപ്പായ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ പറയുക, ഈ പപ്പായ പറയുന്ന സാധനം എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്, എപ്പോഴും നമ്മൾക്ക് കിട്ടുന്നതാണ്. കുട്ടികൾക്ക്, വയസ്സായവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്നത് പശു പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് വെല്ലത്തിലാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്, കുട്ടികൾക്ക് നന്നായി കഴിക്കാൻ പറ്റും, വയസ്സായവർക്ക് കഴിക്കാൻ പറ്റും. വെല്ലം ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പപ്പായ പായസത്തിൽ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് എടുക്കാൻ പോണതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളാം. ഏറ്റവും സിമ്പിളായ സാധനം, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളും കൂടിയാണ്. വെല്ലം ഇല്ലാതെ ഇരിക്കില്ല. പിന്നെ കുട്ടികളുള്ളവിടെ എപ്പോഴും അണ്ടിപ്പരിപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊന്ന് പഞ്ചസാര ഇട്ടിട്ടാണ് ഏലക്കായി പൊടിച്ചിരിക്കുന്നത്. അതുപോലെ ഒന്ന് പൊടിച്ച് നോക്കിക്കോളൂ. പപ്പാളങ്ങി ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യണം, നോക്കിക്കോളൂ. നല്ല പോലെ ഒന്ന് ആഴത്തിലേക്ക് എടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ എടുക്കുമ്പോൾ കശക്കും. നല്ല പച്ച വേണം. എനിക്ക് കിട്ടിയതെന്ന് ഇത്തിരി ഇതായിരുന്നു, എന്താ പറയുക, പഴുത്തിരിക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ആഴത്തിലേക്ക് ചെത്തിയെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കശപ്പുണ്ടാവും. ഇത്തിരി പഴുത്താലും കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ വെല്ലം ഇട്ടുള്ളത് കൊണ്ടാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്, അത് കാരണം. ഇത്രയേ ഉള്ളൂ ചെത്ത. എന്തെങ്കിലും നമ്മൾ എന്തിനു ഞാൻ ഇത്രയും കൂടെ വലുതാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾക്കിതിൽ ഞാൻ വേറെ ഒന്നും കൂടെ കാട്ടിത്തരാം. ഇത് എത്ര പെട്ടെന്നാണ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്ന് വേറെ ഒരു പണിയും കൂടി ഉണ്ട്. അതിനാണ് ഞാൻ ഇത്രയും വലിയ പീസാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ നല്ലപോലെ ഒന്ന് കഴുകണം. ഇങ്ങനെ ഇരിക്കണം. ചെത്തിയൊക്കെ കഴിഞ്ഞു. ഇത്രയും ഇതിലാണ് ചെത്താൻ പറയണത്, അല്ലെങ്കിൽ ഇത്തിരി കശപ്പാകുമെന്ന് പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ ചിലത് നല്ല കശപ്പുണ്ടാവും. ഇത്തിരി ഇങ്ങനെ ചെത്തുമ്പോൾ ഇങ്ങനെ ചിലവർക്ക് കൈയൊക്കെ പൊള്ളും, പക്ഷെ ഗ്ലൗസ് ഇട്ടിട്ടും ചെയ്യാം. ഇതിനൊക്കെ എല്ലാം മുഴുവൻ ചെത്തിക്കഴിഞ്ഞു. നമ്മൾക്കിതൊന്ന് വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ സാധനം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് ഇതിനെ എടുക്കണം. അതിനാണ് ഞാൻ ഇത്രയും വലിയ പീസാക്കിയിരിക്കുന്നത്. നമുക്കിതാ ഇങ്ങനെ ഉരയ്ക്കാം. എത്ര വലിയ പാത്രം എല്ലാവരുടെയും ഉണ്ടാവണമെന്നില്ല. നമുക്ക് അടുക്കളയിൻ്റെ സ്ലാവിൽ വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ഉരയ്ക്കും. ചീവി കഴിയാറായി. ഇതൊന്നും ഒന്നും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി ഇങ്ങനെ ചീവണ ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്താണ് ചീവാണ്ടിരുന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചീവിയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിലവർ ഇങ്ങനെ ചെറിയ കഷ്ണം മുറിച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അത് നല്ല ടേസ്റ്റ് കിട്ടില്ല. ടേസ്റ്റിന് ഇതാണ് നല്ല സാധനം, ഇങ്ങനെ ചിരവിയിട്ട് ഉണ്ടാക്കണം. എല്ലാം ചിരവിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇതിനെ എടുത്തിട്ട് ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നിറയെ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ കൊടുക്കാമല്ലോ. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നല്ല തണുക്കുമ്പോൾ നമ്മൾക്ക് എടുത്ത് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതെടുത്ത് കുക്കറിൽ ഒരു ആവി കയറ്റണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസും കൂടുതൽ ചിലവാകും, പിന്നെ നമുക്ക് വേവും കറക്റ്റ് ആവില്ല. കുക്കറിലാകുമ്പോൾ ഒരു വിസില് അത്രയേ ഉള്ളൂ. കുറച്ച് കൂടുതലാണ്, പക്ഷെ വേകുമ്പോൾ അത് താഴും. പിന്നെ ഇതിൽ ഒന്നും കൂടെ ചേർത്തണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒഴിക്കാം. നമുക്ക് ഇത്തിരി കുറച്ച് ഒഴിച്ചാൽ മതി. ഇത്ര ഒഴിച്ചാൽ മതി. നമുക്ക് ഒരു വിസിൽ കുറച്ചും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അത്രേ കാര്യമുള്ളൂ. അടുപ്പിൽ കയറ്റി ഒരാവി കയറ്റി
ഒരു വിസിൽ വരട്ടെ. ഒരൊറ്റ വിസിൽ മതി, അത്രയേ ഉള്ളൂ. വിസിലൊന്ന് വന്നു കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്തിടാം. ഒന്ന് പ്രഷർ പോണവരെ വെയിറ്റ് ചെയ്യാം. കുക്കറിലെ വിസിലൊന്ന് പോകുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരി വെക്കാം. ഒന്ന് ചൂടാവട്ടെ. അതിന് നെയ്യ് ഒരു സ്പൂൺ, അത് എത്ര വേണമെങ്കിലും എടുക്കാം. നമുക്ക് ലാസ്റ്റ് പായസത്തിൽ ഒഴിക്കുകയും ചെയ്യാം. ഈ നെയ്യ് വന്നിട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന നെയ്യാണ്, അതുകൊണ്ടാണ് അത് ഈ ടിന്നിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. നെയ്യ് നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി വറുത്ത് കോരി വെക്കാം. നമ്മുടെ നെയ്യായത് കാരണം നല്ല മണമുണ്ട്. ഈ കളറ് വരുമ്പോൾ മാറ്റിക്കോളും. ഇരുമ്പ് ഇതായത് കൊണ്ട് പെട്ടെന്ന് ചൂടാകും. ഇതൊന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നും കൂടെ മുറുകും. രണ്ടും ഒന്നിൽ തന്നെ ഇടാം വറുത്തിട്ട്. നമ്മൾ പായസത്തിലിടാൻ പോണതല്ലേ, അത് കാരണം വറുത്ത് വേറെ പാത്രത്തിലാക്കി വെക്കണം എന്നൊന്നുമില്ല. ഈ നെയ്യ് നമ്മൾക്ക് പായസത്തിൽ ലാസ്റ്റ് ഒഴിക്കാം. നെയ്യ് അങ്ങനെ മാറ്റി വെക്കണം എന്നൊന്നുമില്ല. നമ്മുടെ നെയ്യാണ്, സ്വന്തം നമ്മൾ തയ്യാറാക്കുന്നത്. അത് കാരണം നമുക്ക് ഒഴിക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാൻ നന്നായിരിക്കും. ഇത്രയും കാര്യമുള്ളൂ. ഗ്യാസ് ഓഫ്. രണ്ടും ഒന്നിൽ കൊട്ടതാ. ലാസ്റ്റ് 3 ഉണ്ട്, എന്നാലും ഇത് നമുക്ക് പായസത്തിൽ ലാസ്റ്റ്. ഇത് വിസിൽ പോയി. നമ്മൾക്ക് ഇതിന് വേറെ പാത്രത്തിലേക്ക് ആക്കാം. പായസം വെക്കുന്ന പാത്രത്തിലേക്ക് ആക്കാം. ഇതാ നോക്കിക്കോളൂ. ഇപ്പോൾ വെന്ത് ഇതാ അത്ര നമ്മൾ നിറച്ച് വെച്ചതായിരുന്നല്ലേ, ഇപ്പോൾ കണ്ടില്ലേ ഇത്രയുമായി വെന്ത് നല്ല പോലെ ഇതായി. ഇനി നമ്മൾക്കിതിനെ പാത്രത്തിലേക്ക് കൊട്ടാം. വേഗം വേഗം നമ്മൾ, അല്ലെങ്കിൽ കുറേ ഗ്യാസ് ചിലവാക്കേണ്ടി വരും. ഒന്ന് നല്ലപോലെ ഇതിൽ ഇനി നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ രണ്ടാം പാലാണ്. രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾക്ക് വെല്ലം ഇടാം. ഇത് വെല്ലം ചെയ്യേണ്ടത് എന്താണ്, പാവ് കാച്ചിട്ട് ഒഴിക്കാം. ഇല്ല നമുക്ക് പാവ് കാച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. പക്ഷെ അതിൽ വെല്ലത്തിൽ വല്ല കല്ല എന്തെങ്കിലും ഇടാത്. പക്ഷെ നല്ല വെല്ലമായിരുന്നുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല, നേരിട്ട് ഇടുകയാണ്. നമുക്ക് മധുരം എങ്ങനെ നോക്കിയിട്ട് ഇടാം. അങ്ങനെ എത്ര ഇടണമെന്നില്ല. മധുരം നമ്മൾക്ക് ആവശ്യത്തിന്. ചിലവർക്ക് മധുരം കുറവായിരിക്കാം, ചിലവർക്ക് മധുരം കൂടുതൽ വേണ്ടി വരും. അപ്പം നമ്മൾ നോക്കിയിട്ട് നമുക്ക് പാകം പോലെ ഇടാം. ഞാനിപ്പോൾ ഇതിൽ 1 കിലോ വെല്ലം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. വെല്ലം ഇട്ടതിൻ്റെ ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മൾക്ക് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിൻ്റെ ശേഷം ഒന്ന് തീ കമ്മിയാക്കി വയ്ക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി വിടണം. നമുക്കൊന്നും കൂടി കുറുകാൻ വെയിറ്റ് ചെയ്യാം. ഒന്ന് കുറുകിയെന്ന് തോന്നണു. നമ്മൾക്ക് ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമായി കഴിഞ്ഞു. കുറച്ച് ഒന്നാം പാൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പച്ച തേങ്ങൻ്റെ ആയതുകൊണ്ട്, പച്ച തേങ്ങൻ്റെ എടുത്താൽ നല്ല പാലും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി മധുരമൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കണം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. തിളച്ച് ഒന്ന് കുറുകിയെന്ന് തോന്നുന്നു. നമ്മൾക്കിനി ഏലക്കായ് പൊടിയാണ് ഫസ്റ്റ് ഇടേണ്ടത്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഒന്ന് ഏലക്കായ് പൊടി ഇടാം. ഇത് ഏലക്കായ് വെച്ചാൽ ഇത്തിരി ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് ഏലക്കായ്. 2 സ്പൂൺ ഇടാം. നല്ല മണം ഉണ്ടായിരിക്കും. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. അതിന് ശേഷം ഇതാ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിലേക്കൊന്നും ഇടാം.
നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പിന് വറുത്ത നെയ്യ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇതാ അതും കൂടെ ഒഴിച്ചത് നമ്മുടെ സ്വന്തം നെയ്യായതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്തിട്ടു. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് നല്ല ചൂടാറിയതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇത് കുട്ടികൾക്കായിക്കോട്ടെ, വയസ്സായവർക്കൊക്കെ ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ വീട്ടിൽ എത്രയാണ് ഫ്രണ്ട്സോ പിന്നെ ആര് വരുന്നോ അവർക്കൊക്കെ ഓരോ ഗ്ലാസ് കൊടുക്കുക. അവർക്ക് അറിയേയില്ല അത് എന്താ വെച്ചിരിക്കുന്നത് എന്ന്. നമ്മളായിരിക്കും പിന്നെ പറയുന്നത്. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ഇവിടെ ആരുമില്ല. പിന്നെ ബാബു ഉണ്ട്. ബാബുവിന് വിളിക്കാം കഴിക്കാൻ. ബാബു ഒന്ന് വേടാ കഴിക്കാൻ. ടേസ്റ്റ് ഒന്ന് നോക്കടാ. ടേസ്റ്റ് നോക്ക്. നമ്മുടെ പാടി കിച്ചണില് നമ്മുടെ പുഷ്പമ്മയാണ് കുക്കിങ്. നമ്മുടെ ഷെഫാണ് പാടി കിച്ചണിലെ. അപ്പൊ എന്ത് പായസമാണ്? പപ്പായ പായസം. പപ്പായ പായസം. പപ്പായ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ലപോലെ കഴിച്ചു നോക്കിയോ, പേടിക്കേ വേണ്ട. നമ്മുടെ പപ്പായ നമ്മുടെ എല്ലാം നമ്മുടെ നെയ്യടക്കം നമ്മൾ പാടിയിൽ ഉണ്ടാക്കിയതല്ലേ. അതെ, ഒന്ന് ടേസ്റ്റ് നല്ലോണം ഒന്ന് തണുക്കട്ടെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടാ? സൂപ്പർ, പൊളിച്ചു. അതെ, വെറുതെ പറയല്ല. എന്താണെന്നറിയോ, പുഷ്പമ്മന്റെ കൈപുണ്യം, അതിന്റെ കൂടെ പാടിയിലെ നെയ്യ്, പാടിയിലെ പപ്പായ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് പാടിയിലെ തേങ്ങയിലെ പാല്. അപ്പൊ എല്ലാം കൂടി പിന്നെ പറയേണ്ട കാര്യമില്ല. അടിപൊളിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് വെച്ചാൽ അത് കഴിക്കുമ്പോ പപ്പാളങ്ങയൊന്നും അറിയില്ല. വേറെ എന്തോ ഒരു മധുരമുള്ള എന്തോ ഒരു സാധനം കഴിക്കുന്ന പോലെ അടിപൊളിയുണ്ട്. സംഭവം എന്തായാലും കിടത്തിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ പാടി കിച്ചണിലെ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് ഇനി പാടി പുഷ്പമ്മ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പൊ അത് ഒരു തുടക്കമാണ്. തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ പുഷ്പം എന്താ വെച്ചാൽ പറഞ്ഞോളിനി. അതെ, അപ്പോ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണോ. പിന്നെ ഇത് ഇഷ്ടമായി, ഇങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ ഈ പായസം ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇതൊന്ന് കാണണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പുഷ്പമ്മനെ വിജയിപ്പിക്കുക. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതിനു മുമ്പ് സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുഷ്പമ്മ ബൈ പറഞ്ഞോളൂ. ഞാൻ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് എനിക്ക് ഒന്നും കൂടെ ചെയ്യണ ഒരാഗ്രഹം, അതും കൂടെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വെച്ചാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.